ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ ഓണർ കം മുതലാളി പറയണല്ലോ, അതായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. അപ്പം എന്തായാലും നമുക്ക് വരെ മീറ്റ് ചെയ്യാം. ഗസ്റ്റ് വരൂ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ കണ്ടുവരുന്ന ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ ആലപ്പുഴയാണ് ഉള്ളത്. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിയതാണ്. ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയ സമയത്ത് ഇവിടേക്ക് എത്തിയതാണ്. അപ്പോൾ ആ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഷോർട്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ വന്ന് എന്താ പറയുക, രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കഴിഞ്ഞ 1-2 വ്ളോഗിലൊക്കെ അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗോട് കൂടി എല്ലാവർക്കും അത് കത്തുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഹോം സ്റ്റേ, അതുപോലെ തന്നെ ബോട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉമ്മച്ചി അത്തശ്ശി കുട്ടികളെല്ലാവരും ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ നല്ല എന്താ പറയുക സീനറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേ, അതുപോലെ തന്നെ ബോട്ടിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ ഓണർ കം മുതലാളി പറയണല്ലോ, അതായിരിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ആലീസ് ലേക്ക് പ്രോമിസ് ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് നിന്ന്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിലത്തെ ഫുഡും ഇന്നത്തെ രാവിലത്തേതും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ കഴിച്ചു, നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ മുതലാളിനെ കാണാൻ പോവാം, ബാ. അപ്പോൾ എന്തായാലും നമുക്ക് വരെ മീറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ 2 പേരാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇന്റർവ്യൂല് താങ്ങിയിട്ടുള്ളത്? നന്നായിട്ട് താങ്ങിയിട്ടുണ്ട്. മാഡം ഇന്നലത്തെ രാത്രി എത്തിയല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് ഒക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഫുഡൊക്കെ ഉറക്കമൊക്കെ സെറ്റ് അല്ലേ? നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ബാക്കി ഡീറ്റെയിൽ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിട്ടുണ്ടാവും അല്ലേ, സർപ്രൈസ് ആയിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇൻട്രോ പറഞ്ഞപ്പോഴൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. സോ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ജീവിതത്തിലെ ഒരു ബോട്ടിംഗ് സർവീസ്, ഹൗസ് ബോട്ടിൻ്റെ ഒരു സർവീസ് തുടങ്ങണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിനും കൂടെ തിരശ്ശീല വീണിരിക്കുകയാണ്. ഒരുപാട് വർഷമായി, കാരണം ഞാൻ ഡിഗ്രിക്കെല്ലാം പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബോട്ടിങ് പാക്കേജസ് കാര്യങ്ങളെല്ലാം എടുത്ത് നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ തന്നെ എനിക്കറിയാം ഈ ബോട്ടിങ്, ഈ ടൂറിസ്റ്റ് മേഖല എങ്ങനെയാണ് ഏതാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇതിനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ ഷെരീഫ് ബ്രോയിനെ കണ്ടുമുട്ടാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിപരമായിട്ടും ഒരുപാട് അടുപ്പങ്ങളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഷെരീഫ് ബ്രോയിനെ കണ്ടുമുട്ടിയതും എൻ്റെ ഈ ഒരു ആഗ്രഹം അറിയിച്ചതും. അങ്ങനെ ഞാൻ ഫൈനലി ഇവിടത്തേക്ക് എത്തി. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ഈ എത്തിയപ്പോൾ ഞങ്ങൾക്കുള്ളൊരു വിഷമഘട്ടം എന്ന് പറയുന്നത്, വീട്ടിൽ നിന്ന് ആരും തന്നെ വന്നിട്ടില്ല. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ചില മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. അജ്മീർ ഇന്നലെ വൈകുന്നേരം വരെ കൂടെ ഉണ്ടായിരുന്നു. അവനും അർജൻറ്റായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് അവരില്ലാത്തതിൻ്റെ ഒരു വിഷമഘട്ടമുണ്ട്. എൻ്റെ ലൈഫിലെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എയിമിലേക്ക് എത്തിയപ്പോൾ അവർ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ അത് പിന്നീടുള്ള സമയങ്ങളിൽ അവർ വന്ന് ഇത് ഇവിടെയൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് പറയാം, എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പണ്ട് ബസ് എടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു എയിമിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കുറെ ആഗ്രഹിച്ചിരുന്ന ഒരു ഇതല്ല, അപ്പൊ അതുകൊണ്ടിട്ട് ആകെ ഒരു സ്റ്റക്കായ ഒരു അവസ്ഥയാണ്. പിന്നെ കഴിഞ്ഞ 1-2 ബ്ലോഗിലൊക്കെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നതൊക്കെ കുറെ കമന്റ് ബോക്സിലൊക്കെ കുറെ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതിനും കൂടി വേണ്ടിയിട്ടാണ് വന്നതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ഥലം കാര്യങ്ങൾ അതൊക്കെ പറയാമോ? എല്ലാം പറയാം, എല്ലാം സമാധാനത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഷെരീഫ് ഖാനെ ആദ്യം പരിചയപ്പെടുത്താം. ഷെരീഫ് ഖാൻ പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് ഷെരീഫ്. കറക്റ്റ് നാട് കോട്ടക്കലാണ്, മലപ്പുറം കോട്ടക്കലാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട് ഇവിടെ ആലപ്പുഴയാണ്.
സോ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ ഫാമിലിപരമായിട്ട് ഒരു 8-10 വർഷക്കാലമായിട്ട് അറിയാം. പക്ഷേ ഷെരീഫ് ബ്രോയും നമ്മളും ഫാമിലി വ്ളോഗിലൊന്നും വരാതിരുന്നതിൻ്റെ കാരണം ഞാനിവിടെ ഉണ്ടാകും, ഇദ്ദേഹം പുറത്തായിരിക്കും. പുറത്തുനിന്ന് പറഞ്ഞാൽ 3-4 ചിലപ്പോൾ 2-3 രാജ്യത്തിൽ അങ്ങനെ വല്ലപ്പോഴേ നമുക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ ഇദ്ദേഹം ഈ മാസം ഇവിടെ കറക്റ്റ് ഉണ്ടാവും, ഡിസംബർ മാസം ഇവിടെ കറക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്രാവശ്യം വന്നത്. ഈ മാസം ഫുള്ള് കംപ്ലീറ്റ് ആക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ബഹ്റൈനിലേക്ക് പോകാമെന്നാണ് കേട്ടത്. സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഫൈനലി ഞാനിവിടെ ഇദ്ദേഹത്തോട് എൻ്റെ ആഗ്രഹം പറയാനുണ്ടായത് ഇങ്ങനെ ഒരു സംഭവം, ഒരു ബോട്ടിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം, ആലപ്പുഴ പോലുള്ള ഇത്രയും വർഷങ്ങളായിട്ട് ബോട്ടിങ് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരിക്കലും കാസർഗോഡ് അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വന്നിട്ട് ഒരു ബോട്ട് സർവീസ് ഇവിടെ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിടാം, അങ്ങനെ ഒരു നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ഒരു സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാർ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജോയിൻ ചെയ്തോ, എൻ്റെ ജോയിൻ ചെയ്ത് നിൻ്റെ ആഗ്രഹം നിറവേറ്റാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ A to Z കാര്യങ്ങൾ അറിയാം. ഇദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് എന്താ പറയുക, അതിലൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. പഠിച്ചവൻ നമ്മുടെ കൂടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും എല്ലാം ഇദ്ദേഹം ഷെരീഫ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. നമ്മുടെ എങ്ങനെ എത്ര രീതിയിലുള്ള എങ്ങനെയുള്ള ഇതിലാണ് കൊടുക്കുന്നത്, എത്ര പാസഞ്ചേഴ്സാണ് ഗസ്റ്റുകൾ. ബേസിക്കലി ആലപ്പുഴ ഹൗസ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാക്കേജ് ആയിട്ടാണ് ഉള്ളത്. ഒന്ന് ഡേ ക്രൂയിസ് പാക്കേജ്. അപ്പോൾ ഈ ഡേ ക്രൂയിസ് പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിന് രാവിലെ 11 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങും. 5 മണിക്ക് ഇറങ്ങും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ സീനൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർക്ക് പറ്റിയ പാക്കേജാണ്. അപ്പോൾ അത് 11 മണിക്ക് കയറി കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാ ബോട്ടുകളെ പോലെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ക്രൂയിസ് സ്റ്റാർട്ട് ആവും. ക്രൂയിസിൽ പോകുമ്പോൾ ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലഞ്ച് മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ക്രൂയിസ് മെനു വരുന്നത് ചോറ്, സാമ്പാർ, ചിക്കൻ റോസ്റ്റ്, കരിമീൻ പൊരിച്ചത്, തോരന്, മെഴുക്ക്, പപ്പടം, തേരച്ചാർ, ഫിക്സഡ് മെനു ആണ്. പിന്നെ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പോണ വഴിക്ക് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഗസ്റ്റിൻ്റെ ആവശ്യപ്രകാരം അതെ അവിടെ പോയി അവർക്ക് മേടിച്ച് കൊടുക്കാം. ഷെഫ് അത് കുക്ക് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായയും സ്നാക്സും, ടീ ഓർ കോഫി. സ്നാക്സ് ഇപ്പോൾ മലയാളീസ് തമിഴ്സ് ആണെങ്കിൽ പഴംപൊരി കൊടുക്കും. നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ ഒനിയൻ പക്കവട. 5 മണിക്ക് തിരിച്ചു വന്ന് ക്രൂയിസ് സ്റ്റോപ്പ് ആവും. ഇതാണ് ഡേ ക്രൂയിസ് പറഞ്ഞാൽ. പിന്നെ അടുത്ത പാക്കേജ് വരുന്നത് ഡേ ആൻഡ് നൈറ്റ് പാക്കേജാണ്. വെച്ചാൽ ബോട്ടിൽ സ്റ്റേ ചെയ്യണം. അതെ, 24 വരുന്നതിൽ 22 വരെ ഉള്ളൂ. 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് 9 മണിക്ക് ചെക്ക് ഔട്ട്. അടുത്ത ദിവസം രാവിലെ അതെ. അപ്പം അത് ഈ ഡേ ക്രൂയിസ് പറഞ്ഞ പോലെ തന്നെ 11 മണിക്ക് പകരം 12 മണിക്ക് അത് സ്റ്റാർട്ടാവും. 12 മണിക്ക് സ്റ്റാർട്ടായിട്ട് അതേപോലെ ലഞ്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ടീ ഓർ കോഫി. 5 മണിക്ക് ബോട്ട് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ബേസിക്കലി 2 ഇടത്താണ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പൊതുവെ അവർ ഈ വില്ലേജ് ഏരിയാസ്, പാഡി ഏരിയാസ്, അങ്ങനെ കാം ആൻഡ് ക്വൈറ്റ് ഏരിയാസ് നിർത്തി തരണമെന്ന് പറയും. അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയിടും. അവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസി ലൈഫ് എന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ കണക്ഷൻ ഫുള്ള് തിരക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ശാന്തത. എക്സാക്ട്ലി. കാരണം മൊബൈലിൽ റേഞ്ച് ഒക്കെ കുറവായിരിക്കും, ഇന്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആവശ്യം എന്താണ്, നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് എന്താണ് പൂർണ്ണമായിട്ടും അതിന്റെ എത്തിക്കുന്ന രീതിയിലേക്ക് അവിടെ. അതെ. കാരണം ഫാമിലിയോട് ഇരുന്ന് സംസാരിക്കാം. ഇപ്പൊ അറിയാലോ, എല്ലാവരും തോണ്ടുന്ന കാലഘട്ടമാണ്. അടുത്ത് വൈഫും ഫാദറും ഉണ്ടെങ്കിലും സംസാരില്ലല്ലോ. അവിടെ എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാം, ഓരോ ഗെയിംസ് കളിക്കാം, ചെയ്യാം. പിന്നെ രണ്ടാമത് കാറ്റഗറി എന്ന് വെച്ചാൽ അവിടെ വേണ്ട, ഇവിടെ തന്നെ വരാമെന്ന് പറയും. ഇത് സിറ്റി ഏരിയയാണ്. അപ്പോൾ ഇവിടെ തിരിച്ചു വരുവാണെങ്കിൽ 5 മണിക്കൊരു ബോട്ടിന് ഇറങ്ങി ടൗണിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാം, ബീച്ചിൽ പോവാം, ബാക്കി സ്ഥലങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് 5 മണിക്ക് നിർത്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് അവർക്ക് ഡിന്നർ സെർവ് ചെയ്യും. ഡിന്നർ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി, റൈസ്, ചിക്കൻ റോസ്റ്റ്, ഡാല്, വെണ്ടക്ക, ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ 2 ഓപ്ഷനുണ്ട് ഇതേ തന്നെ ബോട്ടിൽ തന്നെ, ഡീലക്സും പ്രീമിയം. ഇപ്പോൾ ഡീലക്സ് ഓപ്ഷൻ ആണെങ്കിൽ AC ടൈം വരുന്നത് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. പ്രീമിയം ഓപ്ഷൻ ആണെങ്കിൽ 24 hours AC ബോട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ 9 മണിക്ക് നമ്മൾ AC ഇട്ട് കൊടുക്കും, രാവിലെ 6 മണി വരെ. ദെൻ രാവിലെ 6 മണിക്ക് വീണ്ടും ഒരു 1 hour ക്രൂയിസ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ 6 മണിക്ക് ഒരു ക്രൂയിസ് ഉണ്ട്. 7 മണിക്ക് സ്റ്റാർട്ടും. 7 to 8 ആണെങ്കിൽ 8 to 9 ഗസ്റ്റിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു 1 hour ക്രൂയിസും കൊടുത്തിട്ട് 9 മണിക്ക് തിരിച്ചു വന്ന് ചെക്കൗട്ട്. അതായത് ഒരു 22 hours കംപ്ലീറ്റ് പാക്കേജ് ആണ്. അത്
അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് അറിയാം, ആധികാരികമായിട്ട് അറിയില്ലെങ്കിലും നമ്മൾ വന്ന് ഇത്രയല്ലേ ആയുള്ളൂ, നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബന്ധം ഇവിടെ കുറച്ചു കാലം നിന്നിട്ടൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ സമയമെടുത്ത് വരണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയതും. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സർവീസുകൾ. ഇനി എല്ലാം ബാക്കി എല്ലാ സർവീസിനെ കുറിച്ചിട്ടും, പിന്നെ നമ്മുടെ ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേനെ കുറിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ എല്ലാ ബാക്കിയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ബോട്ട്, ഹൗസ് ബോട്ട് നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് ഒന്ന് കാണാനുള്ള അവസരമാണ് ഇനിയുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിട്ടും നമ്മൾ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഉമ്മച്ചി, അത്തച്ചി, അതുപോലെ അശ്വൻ, ഞാൻ, 2 കുട്ടികൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും മിസ്സിങ് ആണ്. അവരൊക്കെ പിന്നീട് വരും. അവർ സമയം സാഹചര്യം ഈ മാസം അത്യാവശ്യം ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു അവൈലബിലിറ്റി കുറവാണെങ്കിലും പരമാവധി ശ്രമിക്കും. ഈ മാസം വരാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ ഒരു ഇതിലുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ബോട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുകയാണ് കേട്ടോ. ഗസ്റ്റുകളുടെ സന്തോഷമാണ് നമ്മുടെ പ്രയോറിറ്റി. പേരെന്താണ്? താങ്ക് യു പറയാനുള്ളേ. വെൽക്കം വെൽക്കം. ഇന്ന് ആൾക്കാരുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. നമ്മുടെ ഉമ്മച്ചി ആട്ടോ ക്യാമറ എടുക്കുന്നത്. ബാക്കി എല്ലാവരും കിച്ചണിൽ ഒരല്പം തിരക്കിലാണ്. ഉമ്മച്ചി എങ്ങനെയുണ്ട്? ഉമ്മച്ചിക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്തേക്കാം. ഉമ്മച്ചിയുടെ ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് സാധനം കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ എത്രയോ ദൂരം പോയിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പോൾ എനിക്കൊന്ന് തന്നിട്ടുണ്ട്, ഓണർ ആയതുകൊണ്ട് ഒന്ന് തന്നിട്ടുണ്ട് മുതലാളി. അഫിയാര് കയറി പൊക്കോടോ. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ കപ്പിത്താനെ പരിചയപ്പെടുത്താം. നമ്മുടെ കപ്പിത്താൻ്റെ പേര് ചേട്ടായി ലാൽജി ആണ്. ഞാൻ പക്ഷെ എൻ്റെ ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ, എവിടെ എന്ത് വണ്ടി കണ്ടാലും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എനിക്ക്. അത് ഇവിടെ എന്നോട് പറഞ്ഞു, നിന്റെ ഈ സ്വഭാവം ഇവിടെ എടുക്കരുന്ന് ലാൽച്ചേട്ടൻ കണ്ടപ്പോഴേ പറഞ്ഞു. ഇതിലിരിക്കണേ കുറച്ചും കൂടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ലാൽച്ചേട്ടൻ ഇവിടെ തന്നെയാണോ? വീട് ഇവിടെ തന്നെയാണ്. വീട്ടിൽ ഭാര്യ 2 മക്കൾ. അതാണ്. അപ്പോൾ ലാൽച്ചേട്ടൻ വണ്ടി ഓടിക്കാൻ തിരക്കിലാട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങളായിട്ട് ലാൽച്ചേട്ടൻ പിന്നെ വരും. എങ്ങനെയുണ്ട്? ഗസ്റ്റൊക്കെ ഉണ്ടോ ലാൽച്ചേട്ടൻ? ഞാൻ ഇവിടെ വന്നതിന് ശേഷമാട്ടോ ലാൽച്ചേട്ടനെ പരിചയപ്പെട്ടത്. ഇന്നലെ രാത്രി എത്തി. പിന്നെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ഇന്നത്തെ വോയിസ് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്കറിയാലോ കായലിൻ്റെ ഒരു കാറ്റും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്പീഡ് ബോട്ടുകൾ അതിലൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെയല്ല കേട്ടോ ഈ ഒരു ട്രിപ്പിനെ, ഈ ഒരു മൂമെൻറ്റിനെ ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എന്തോ ഇത് നമ്മുടെ ഒരുപാട് നമ്മുടെ 2 കുടുംബവും അതുപോലെ ഞങ്ങളുടെ ബാക്കിയുള്ള ബന്ധുക്കളെയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി, കൂട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി വൺ പാക്കേജ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാം പല വഴിക്കായിപ്പോയി. ഹോസ്പിറ്റൽ കേസ്, പിന്നെ കൂട്ടുകാരുടെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ആയിട്ട് പല വഴിക്കായിപ്പോയി കാര്യങ്ങൾ. അതാ ഇങ്ങനെയൊക്കെ. ഇവൻ അജ്മീർ പോലും ഇല്ലാത്തൊരു ഒരുപാട് സങ്കടമുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. എന്നാലും
പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ അവന് ഷൂട്ടിന് അതുകൊണ്ടാണ് ഇങ്ങനെ ആയി. ഇത് നമുക്ക് മാറ്റി വെക്കാനും പറ്റില്ല കാരണം ഇതിന്റെ വേറൊരു ഇഷ്യൂ ഉണ്ട്. കാരണം നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ടും ബോട്ട് നമ്മുടെ കയ്യിലുള്ള ദിവസമാണ്. കാരണം ഈ ബാക്കി ഓർഡേഴ്സ് ഉണ്ട്, ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ വീഡിയോസിനായിട്ട് പിടിച്ചിട്ടുന്നതിന് മോശമാണ്. കാരണം നല്ലൊരു സീസണിൽ നല്ല റണ്ണിങ്ങിൽ പോകുന്ന സമയത്ത് നമ്മൾ ബോട്ട് പിടിച്ചിടുന്നത് നമ്മുടെ ഒരു വീഡിയോ ഇടുന്നത് നന്നല്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റികൾ, അതുപോലെ രണ്ട് ബെഡ്റൂമാണ് ഈ ഹൗസ് ബോട്ടിനുള്ളത്. അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. എല്ലാം ഗസ്റ്റ് വരും. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണിത്. നമുക്ക് അതിൻ്റെ അകം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. AC ഉണ്ട്, ഫാൻ ഉണ്ട്, ഒക്കെ എല്ലാ ബോട്ടിലും ഉള്ളതായിരിക്കും. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയുന്നതാണ്. ബാത്റൂം അറ്റാച്ച്. നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തേത് കണ്ടു, ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിലും അറ്റാച്ച് ബാത്റൂം ഉണ്ട്. നമുക്ക് സൈഡ് വ്യൂ ഒക്കെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നവർക്ക് ഇരുന്ന് ആസ്വദിക്കാം, കിടന്ന് ആസ്വദിക്കുന്നവർക്ക് കിടന്ന് ആസ്വദിക്കാം. എല്ലാവരും സൈഡ് ഇങ്ങനെ കണ്ടിങ്ങനെ പോവാം. രണ്ട് ബെഡ്റൂം കവർ ചെയ്തു. ഇനി നമുക്ക് വരുന്ന കിച്ചന്റെ പോർഷനാണ് കേട്ടോ. അവിടെ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണല്ലോ പാചകം ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നത്. നമ്മുടെ വാഷിംഗ് ഏരിയ ആണിത്. അപ്പോൾ താഴത്തെ ഏരിയയിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെയാണ് നമ്മുടെ ഈ താഴത്തെ ഏരിയയിലുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് മേളത്തേൽ പോകാം, രണ്ടാം നിലയിലേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മേളിലത്തെ നിലയിലേക്ക് പോകാൻ കേട്ടോ. താഴെ നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും ഇരിക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. മേളിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടുമല്ലോ മേളിലത്തെ നിലന്നാകുമ്പോൾ. അതായത് രണ്ട് വശം അതുപോലെ തന്നെ കായലൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. മൊത്തത്തിലുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കായൽ ഒരു സൗന്ദര്യം പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ട് ഇവിടെ നിന്നുകൊണ്ട്. നമ്മള് ലഞ്ചിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കേട്ടോ. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ബോട്ട് നിർത്തിയിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ പൊള്ളിച്ചതാണേ. എല്ലാ വിഭവങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തുമ്പപ്പൂ ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ഇത് പയറുപ്പേരി, അച്ചാറ്, നെയ്മീൻ ഫ്രൈ, പൊള്ളിച്ചതാണ് കേട്ടോ നെയ്മീൻ, തൈര്,
ക്യാബേജ്, സലാഡ്, സാമ്പാർ, ഇത് മലയാളികളുടെ ഇഷ്ടവിഭവം പപ്പടം. ഇത് ചുമ്മാ അലമ്പ. അപ്പോൾ നമ്മൾ റൂമിൽ റെസ്റ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ചോറൂണൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കമാണ്. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് ഇതിലിങ്ങനെ ഇത് കാണാൻ. അപ്പോഴത്തേക്ക് വെറുതെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുറച്ചങ്ങ് പോയപ്പോഴേക്കും നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ബോട്ട് അവിടെ ഒതുക്കിയിട്ട് ഞാനും ഇക്കായും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടിൻ്റെ ഒരു വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. സോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ നിർത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സോ ഇത് ഈ വരുന്നതാണ് നമ്മുടെ ആലീസ് ലേക്ക് പ്രോമിസിലെ ബോട്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും നമുക്ക് നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു മണിക്കൂറിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത്. അത് പ്രാക്ടീസ് ആടി, മത്സരത്തിലുള്ള പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നല്ലേ ഈ കാണുന്ന, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന. അത് എനിക്ക് വന്ന് എന്താ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഉണ്ട്. നമ്മുടെ ഫത്താക്ക മലപ്പുറത്താണ്. ഹലോ ഫത്താക്ക. ഫത്താക്കാണ് നമ്മുടെ ബോട്ടിന്റെ ഓൾ ഇൻ റോൾ ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരലും അതുപോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഫത്താക്ക. കിച്ചണിലും ഉണ്ടാവും, ഇവിടെ നമ്മുടെ കൂടെ യാത്രയ്ക്കും ഉണ്ടാവും, ഇടയ്ക്ക് ബോട്ട് ഓടിക്കാനും ഉണ്ടാവും. എല്ലാത്തിനും ഫത്താക്ക ഉണ്ടാവും. ഫത്താക്ക മലപ്പുറത്തല്ലേ? മലപ്പുറം എവിടെ ഫത്താക്ക? കോട്ടക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ബോട്ടിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഹൗസ് ബോട്ടിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം മറ്റ് ഇതിന് കഴിഞ്ഞ ദിവസം നമ്മൾ തേക്കടി പോയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇതിലൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ബെഡ്റൂം ഫെസിലിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. പിന്നെ ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാരൊക്കെ കൂട്ടി വരണം. ഫാമിലിയിൽ എല്ലാവരും കസിൻസ് ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നിയത്. ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ വളരെ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വന്നിട്ടുള്ള കോളേജിൽ നിന്ന് വരുന്നത്, അപ്പോൾ വൈകുന്നേരം ആവല്ലേ എന്നുള്ള പ്രാർത്ഥനയല്ല നമ്മൾ തീരല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ ഈവൻ ഫാമിലി ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ മറ്റുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് ബിസി ആയിരിക്കും, കാരണം നിങ്ങളൊക്കെ തിരക്കിലായിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആവും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടിയ സർവീസുകൾ, അത് ഞങ്ങളായതുകൊണ്ടല്ല കേട്ടോ, എല്ലാ സമയത്തും ഈ സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് ഇറങ്ങി വീഡിയോ എടുക്കണോ ഫോട്ടോസ് എടുക്കണോ എന്തിനു വേണമെങ്കിലും എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തുടരുക തന്നെ ചെയ്യും. അത് പ്രോമിസ് തന്നെയാണ്, ലേക്ക് പ്രോമിസിന്റെ പ്രോമിസ് തന്നെയാണ്. പിന്നെ ഇതെൻ്റെ ഏറ്റവും വലിയ നിങ്ങളോട് രാവിലെ മുമ്പ് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇതെൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നങ്ങളിൽ പെട്ടൊരു സംഭവമായിരുന്നു ഇങ്ങനൊരു ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നത്. അതെന്നെ കുറച്ചും കൂടെ ലഘൂകരിച്ച് കുറച്ചും കൂടി ഈസി ആക്കി കൊണ്ടുവന്ന് ശരി പ്രോ ആയിട്ടുള്ളൊരു ബന്ധമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ്. എന്തായാലും എൻ്റെ ഒരു വലിയൊരു സ്വപ്നത്തിലേക്ക് ഞാൻ വീണ്ടും എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്, അതിലൊരു വേറൊരു സ്വപ്നത്തിലേക്ക് കൂടെ എത്തി. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കാസർഗോഡ്, ആശന, ഇടുക്കിയാണ് അല്ലെങ്കിൽ തൊടുപുഴയാണ് എന്നൊരു വ്യത്യാസമൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് തൊടുപുഴയിൽ നിന്ന് ഓടിയെത്താൻ 2 മണിക്കൂർ സമയമാണ് വേണ്ടത്. പിന്നെ ഭാവിയിലേക്ക് ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് മാറി ഇവിടത്തേക്ക് തന്നെ ഒരു സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ. എന്തായാലും ഞങ്ങൾ ഇന്ന് ഈ ചെയ്ത എക്സ്പീരിയൻസ് അതിന് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് ഒട്ടും കുറവുകൾ സംഭവിക്കാത്ത രീതിയിൽ ഇനി മുന്നോട്ടുള്ള ഓരോ യാത്രയിലും
നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും അത് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് എത്ര പേർക്ക് വേണമെങ്കിലും 2, 4, 8, 12, 16, 40, 50 എത്ര പേർക്ക് വേണമെങ്കിലുള്ള അവൈലബിലിറ്റി, സർവീസിനുള്ള അവൈലബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ബോട്ടിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എല്ലാ കാര്യത്തിലും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിരിക്കും. നിങ്ങളുടെ എല്ലാ വിലയേറിയ സജഷൻസ്, പിന്നെ അതുപോലെ കൂടുതൽ എന്താ പറയുക, എല്ലാ അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ട് നിങ്ങളുടെ എന്ത് വിമർശനങ്ങളെയും നേരിട്ടുകൊണ്ട് അതൊക്കെ കൂടുതൽ വിമർശനങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ പരിഹരിക്കാനും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള സംരംഭത്തിലേക്ക് ഞാൻ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മളാണെങ്കിലും നമ്മുടെ ഇപ്പോൾ പഠനകാലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള യാത്രകളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, മറക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതായിരിക്കും, ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായിരിക്കും. നമ്മൾ എപ്പോൾ പറയുമ്പോഴും എപ്പോൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ യാത്ര പോയപ്പോൾ അനുഭവങ്ങൾ, ആ സന്തോഷങ്ങൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. ആ യാത്രാ അനുഭവങ്ങൾ പറയുന്നത് അത്രയും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഇപ്പോഴും അശ്നാൻ്റെ ഡിഗ്രിയുടെ ടൂർ എന്നോട് ഇനി പറയാത്തൊന്നുമില്ല. 50 പ്രാവശ്യം 50-100 തവണ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ യാത്രകളെ കുറിച്ച് സംസാരിക്കാണ്ട് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും ഹാപ്പി ആവുന്നത്, സന്തോഷത്തോടെ ഇരിക്കുന്നത് ഫാമിലിയിലൊപ്പം ഫ്രണ്ട്സിനൊപ്പം ഇങ്ങനെയുള്ള യാത്രകളിലാണ്. അപ്പോൾ അത് മാക്സിമം നമുക്ക് അവൈലബിലിറ്റി, നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾക്കെല്ലാം അത് കൂടുതൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇതിനു വേണ്ടിയിട്ട് പറയുന്നല്ല കേട്ടോ. ഏത് യാത്രയാണെങ്കിലും, ഇപ്പോൾ ബോട്ടിംഗ് തന്നെ നടത്തണമെന്നില്ല, ഏത് യാത്രയാണെങ്കിലും. ഇനി ബോട്ടിംഗ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി എല്ലാ ഡീറ്റെയിലും കൊടുത്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതുമാത്രമല്ല, നമ്മുടെ ഇപ്പം ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് വരുമ്പോഴേ നല്ല വെൽ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവരാനുള്ളതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് തിരക്കുകളുള്ള ആൾക്കാരുണ്ട്. എനിക്ക് കാസർഗോഡ് നിന്ന് ഉമ്മാനും എത്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വയ്യാത്ത സാഹചര്യമായിപ്പോയി, എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. പക്ഷേ ഇത് അത്രയും വേഗം ഈ ഒരു കാര്യം നടത്തിക്കൊണ്ട് പോവുകയും വേണം. ഇനിയൊരു ദിവസമാണെങ്കിലും, ഇപ്പോൾ തിരക്കുള്ള സമയമാണ്, ഇനിയൊരു ദിവസം ഞാൻ പോകുന്നതിന് മുമ്പ് പരമാവധി ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ എല്ലാവരും കൂടെ വന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഒന്നും കൂടെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പോകുന്നതിന് മുമ്പ്. നമ്മൾ കുറച്ചുകൂടിയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്. പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നമ്മൾ വന്നത്. ഇനിയിപ്പോൾ അവരെല്ലാവരും വരുമ്പോൾ ഒന്നും കൂടി വന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുമായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഒരിക്കലും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, പറയാറില്ല. നിങ്ങളെല്ലാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുള്ള ഉത്തമ ബോധ്യവും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒരുപാട് അനുഭവിച്ചവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒപ്പം കൂട്ടിയോണ്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം സഞ്ചരിക്കാൻ പറ്റും, ഞങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തരുന്ന ഞങ്ങൾ ആലീസ് ലൈക്ക് പ്രോമിസിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ആ പ്രോമിസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു രീതിയിലുള്ള കോംപ്രമൈസും, അതായത് ഒരു കോംപ്രമൈസ് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ഹാപ്പിയായി എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ഇങ്ങനെയുള്ള കായൽ യാത്രകളിൽ ഞങ്ങളെ സമീപിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗിൽ നമ്മുടെ ഹോം സ്റ്റേനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഹൗസ് ബോട്ടിങ്ങിൻ്റെ ഒക്കെ റിവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണറായി മാറുമ്പോൾ ഇത്തരത്തിലാണോ സംസാരിക്കേണ്ടത് എന്നുള്ള ബോധ്യം എനിക്കില്ല. കാരണം എൻ്റെ എല്ലാം ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പം ഞങ്ങളുടെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. 2-3 വർഷമായിട്ട് ഒപ്പമുള്ളവരാണ്. 3 വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പമുള്ളവരാണ്. ഞങ്ങളുടെ ഓരോ അവസ്ഥകളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ലാംഗ്വേജ്, ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. അതിലുള്ള തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക.
ഈ എന്താണ് വീട് വെച്ച സമയത്തും ബസ് വാങ്ങിയ സമയത്തൊക്കെ അതുപോലെ സപ്പോർട്ടായിട്ട് കൂടെ നിന്നവരാണ്. അപ്പൊ ഇത് ബസ്സിൽ യാത്ര ചെയ്ത അതുപോലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുമ്പോൾ അതിന് ഒരുപാട് സന്തോഷം. യാത്ര ചെയ്തൊന്നല്ല, എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ തന്നെ ഇന്ന് ആക്സം ബസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കമന്റ് വരും അന്നത്തെ വീഡിയോ. നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുമായിട്ട് ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങളും ചെയ്തിരിക്കും. അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. സോ അപ്പോൾ നമുക്കിനി എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.